السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹുവിന് വേണ്ടി നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരമെന്നുള്ളത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണെന്ന് മഹാന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അത് 4 റക്അത്താണ്. പകൽ നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നിച്ചും, രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ഈ 2 വീതവും നിസ്കരിക്കലാണ് സുന്നത്ത്. ആ തസ്ബീഹ് നിസ്കാരത്തിൽ ഓരോ റക്അത്തുകളിലും 75 വീതം തസ്ബീഹ് ചൊല്ലി അങ്ങ് നിസ്കാരം പൂർത്തിയാകുമ്പോഴത്തേക്ക് 300 തസ്ബീഹ് നാം സാധാരണ നിസ്കാരത്തിലുള്ള തസ്ബീഹിന് പുറമെ തസ്ബീഹ് നിസ്കാരത്തിൽ നാം നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തസ്ബീഹ് നിസ്കാരം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു നിസ്കാരമാണത്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു അമല് പറഞ്ഞു തരാം, നിങ്ങളത് കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും പഴയതും പുതിയതുമായ രഹസ്യമായും പരസ്യമായും അറിഞ്ഞുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതി, ആ സൂറത്തിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 15 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ റുകൂഅ് ചെയ്ത് റുകൂഇൽ സാധാരണ തസ്ബീഹിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 പ്രാവശ്യവും ഇഅ്തിദാലിലേക്ക് വന്നതിന് ശേഷം ഇഅ്തിദാലിലെ ദിക്റിന് ശേഷം ഈ പറയപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 പ്രാവശ്യവും, അങ്ങനെ ഒന്നാമത്തെ സുജൂദ് തസ്ബീഹിന് ശേഷം 10 പ്രാവശ്യം, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ആ ദിക്റിന് ശേഷം 10 പ്രാവശ്യം, രണ്ടാമത്തെ സുജൂദിൽ വീണ്ടും തസ്ബീഹിന് ശേഷം ഈ പറയപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. രണ്ടാം സുജൂദിന് ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ വീണ്ടും ഈ പറയപ്പെട്ട തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ 75 പ്രാവശ്യം ഒരു റക്അത്തിൽ. ഇങ്ങനെ 4 റക്അത്ത് പൂർത്തിയാകുമ്പോഴത്തേക്ക് 300 തസ്ബീഹ് ഈ നിസ്കാരത്തിൽ ചൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ ഈ നിസ്കാരത്തിന് തസ്ബീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ നിസ്കാരത്തിന് വലിയ പ്രാധാന്യവും വലിയ മഹത്വവും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ഹദീസിൽ തന്നെ അവസാന ഭാഗത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇനിസ്തതഅത അൻ തുസല്ലിഹാ ഫീ കുല്ലി യൗമിൻ മറ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ നിസ്കാരം തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ഫഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഫഇൻ ലം തഫ്അൽ ഫഫീ കുല്ലി ജംഅത്തിൻ മറ, എല്ലാ ദിവസവും കഴിയില്ല എങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക. ഫഇൻ ലം തഫ്അൽ ഫഫീ കുല്ലി ഷഹ്രിൻ മറ, എല്ലാ വെള്ളിയാഴ്ചയും കഴിയില്ല എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരങ്ങൾ നിർവഹിക്കണം. ഫഇൻ ലം തഫ്അൽ ഫഫീ കുല്ലി സനത്തിൻ മറ, എല്ലാ മാസവും നിർവഹിക്കാൻ കഴിയില്ല എങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരം നിങ്ങൾ നിർവഹിച്ചിരിക്കണം. ഫഇൻ ലം തഫ്അൽ ഫഫീ ഉംറുക മറ, ഇനി എല്ലാ വർഷവും നിങ്ങൾക്കൊണ്ട് കഴിയില്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി കാണാം. ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് തസ്ബീഹ് മറന്നുപോയാൽ അത് നാം ഇഅ്തിദാലിലോ അതുപോലെ തന്നെ 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലോ പരിഹരിക്കാതെ റുകൂഇൽ അതല്ലെങ്കിൽ സുജൂദിലൊക്കെയായി ആ തസ്ബീഹ് വിട്ടുപോയ തസ്ബീഹ് പരിഹരിച്ചുകൊണ്ട് അങ്ങനെയാണ് നിസ്കാരം പൂർത്തിയാക്കേണ്ടതെന്ന് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ തസ്ബീഹ് നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ വ്യക്തമായി ഇഖ്ലാസോടെ ഖുശൂഅോടെ നിർവഹിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.